നമസ്കാരം. പ്ലേ ഓഫിലേക്ക് സ്വാഗതം. കായിക ലോകത്ത് ഈ ആഴ്ച നടന്ന എല്ലാ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കുമുള്ള എത്തിനോട്ടമാണ് പ്ലേ ഓഫ്. ലോകമെമ്പാടും നടന്ന ഫുട്ബോളും ക്രിക്കറ്റും ടെന്നീസും അടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട കായിക വാർത്തകളും നമ്മൾ പ്ലേ ഓഫിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ്ബ് മാഞ്ചസ്റ്റർ സിറ്റി ട്രോഫികളുമായി കേരളത്തിലെത്തുന്ന വാർത്തയാണ് ആദ്യം. കഴിഞ്ഞ സീസണിൽ ട്രിപ്പിൾ ട്രോഫി നേട്ടം സ്വന്തമാക്കിയതിന് പിന്നാലെ മാഞ്ചസ്റ്റർ സിറ്റി ആ ട്രോഫികളുമായി കൊച്ചിയിലേക്ക് വരികയാണ്. സിറ്റി ക്ലബിന്റെ ട്രോഫി ടൂറിന്റെ ഭാഗമായാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, യുവേഫ ചാമ്പ്യൻസ് ലീഗ്, IAF കപ്പ് ട്രോഫികളുമായി ടീം വരുന്നത്. സെപ്റ്റംബർ 21 മുതൽ 27 വരെയുള്ള ഇന്ത്യൻ പര്യടനത്തിൽ ട്രോഫികൾ കൊച്ചിയിലും മുംബൈയിലും എത്തുമെന്ന് ക്ലബ് അറിയിച്ചു. ഫുട്ബോൾ പ്രേമികൾക്ക് ഈ 3 ട്രോഫികളും അടുത്തു കാണാനും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനുമുള്ള അവസരമാണ് ഇതുവഴി ലഭിക്കുക. മാഞ്ചസ്റ്റർ സിറ്റി ടീമിന്റെ ഇതിഹാസ താരങ്ങളും ട്രോഫികളെ അനുഗമിച്ച് ഇന്ത്യയിലെത്തും. മാഞ്ചസ്റ്ററിൽ നിന്ന് ആരംഭിച്ച് ഷാങ്ഹായ്, ഹോങ്കോങ്, ബെയ്ജിംഗ്, കൊച്ചി, മുംബൈ എന്നീ നഗരങ്ങളിലൂടെയാണ് ട്രോഫി ടൂർ കടന്നുപോവുക. ലയണൽ മെസ്സിയുടെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും ഗോൾ നേട്ടങ്ങൾ പിന്നിലാക്കാൻ തനിക്ക് സാധിക്കുമെന്ന് ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ സുനിൽ ഛേത്രി. രാജ്യാന്തര ഗോളുകളുടെ എണ്ണത്തിൽ ഇതിഹാസ താരങ്ങൾക്ക് പിന്നിൽ 3-ാം സ്ഥാനത്താണ് ഇന്ത്യൻ ക്യാപ്റ്റൻ. 93 ഗോളുകളാണ് രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് സുനിൽ ഛേത്രി നേടിയിട്ടുള്ളത്. രാജ്യത്തിനായി ഏറ്റവും മികച്ച പ്രകടനം നടത്താൻ ശ്രമിക്കുമ്പോൾ വേണമെങ്കിൽ റൊണാൾഡോയെയും മെസ്സിയെയും പിന്നിലാക്കാൻ എനിക്ക് സാധിക്കുമെന്ന് സുനിൽ ഛേത്രി പ്രതികരിച്ചു. ഹാങ്ചൗ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കേണ്ട ഇന്ത്യൻ ഗുസ്തി ടീമിന്റെ പേര് നൽകാനുള്ള അവസാന തീയതി നീട്ടി ജൂലൈ 22-ലേക്കാണ് തീയതി നീട്ടിയത്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ പ്രത്യേക തീരുമാനമെടുത്തത്. ഗുസ്തി ഫെഡറേഷന്റെ മുൻ പ്രസിഡന്റായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ ഒളിമ്പ്യന്മാർ ഉൾപ്പെടെയുള്ള മുൻനിര ഗുസ്തി താരങ്ങൾ തെരുവിൽ സമരം നടത്തിയത് കാരണമാണ് സെലക്ഷൻ യഥാസമയം പൂർത്തിയാകാതിരുന്നത്. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കേണ്ട അത്ലറ്റുകളുടെ പേര് നൽകേണ്ട അവസാന തീയതി ജൂലൈ 15 ആയിരുന്നു. ഗുസ്തി ടീമിന് മാത്രം ഓഗസ്റ്റ് 5 വരെ സമയം നീട്ടി നൽകണമെന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു. സ്പെയിൻ ദേശീയ ഫുട്ബോൾ ടീമംഗവും പരിശീലകനും ബാഴ്സലോണ, ഇന്റർ മിലാൻ ക്ലബ്ബുകളുടെ താരവുമായിരുന്ന ലൂയി സുവാരസ് മിറാമോന്റെ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. വിഖ്യാതമായ ബലോൺ ഓഫ് ഓർ പുരസ്കാരം നേടിയിട്ടുള്ള സ്പെയിനിൽ ജനിച്ച ഏക ഫുട്ബോളറായാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 1959-ൽ സ്പാനിഷ് ക്ലബായ ബാഴ്സലോണയ്ക്കൊപ്പം സ്പാനിഷ് ലീഗും സ്പാനിഷ് കപ്പും നേടിയതിന് തുടർച്ചയായാണ് ലൂസിയ തോക്ക് ബാലൻഡോർ പുരസ്കാരം ലഭിച്ചത്. 1957-ലും 1959-ലും ബാലൻഡ് ദ ഓർ നേടിയ ആൽഫ്രഡ് ഡി സ്റ്റെഫാനോ സ്പെയിൻ താരമാണെങ്കിലും അർജന്റീനയിൽ ജനിച്ച അദ്ദേഹം പിന്നീട് സ്പാനിഷ് പൗരത്വം സ്വീകരിക്കുകയായിരുന്നു. ഇന്ത്യൻ ഫുട്ബോൾ താരം സഹൽ അബ്ദുൽ സമദ് വിവാഹിതനായി. ബാഡ്മിന്റൺ താരം റൈസ ഫർഹത്താണ് വധു. കഴിഞ്ഞ വർഷം ജൂലൈയിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം. വിവാഹ ചടങ്ങിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളായ രാഹുൽ KP, സച്ചിൻ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരങ്ങളായ CK വിനീത്, മുഹമ്മദ് റാഫി, റിനോ ആൻഡോ എന്നിവരും വിവാഹത്തിനെത്തിയിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിലെ മലയാളി താരം സഹൽ അബ്ദുൽ സമദ് ടീം വിട്ടു. 2017 മുതൽ ബ്ലാസ്റ്റേഴ്സ് നിരയിലുള്ള സഹൽ 2 വർഷം കൂടി കരാർ ബാക്കി നിൽക്കുകയാണ് ടീം വിടുന്നത്. സഹലിനി കൊൽക്കത്ത മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് വേണ്ടിയാകും കളിക്കുക. പുതിയ ഫുട്ബോൾ സീസൺ അരികിലെത്തി നിൽക്കുകയാണ് സഹലിനെ ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് സ്വന്തമാക്കിയത്. താരത്തിന് പ്രതിഫലമായി 2.5 കോടി രൂപയാണ് ബഗാന്റെ വാഗ്ദാനം. സഹലിന്റെ ട്രാൻസ്ഫർ ഫീയായി ബ്ലാസ്റ്റേഴ്സിന് 1.25 കോടി രൂപ ലഭിക്കും. സഹലിനെയും ബഗാൻ ക്യാപ്റ്റൻ പ്രീതം കോട്ടാലിനെയും വെച്ചുമാറാനുള്ള കരാർ നടപടികൾ പൂർത്തിയായെന്നാണ് വിവരമെങ്കിലും ഇരു ക്ലബ്ബുകളും ഔദ്യോഗികമായി ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ബ്ലാസ്റ്റേഴ്സ് പരിശീലന സംഘത്തിൽ മലയാളി സാന്നിധ്യമായി സഹപരിശീലകൻ TG പുരുഷോത്തമനും ഇടം പിടിച്ചു. ഇഷ്ഫാഖ് അഹമ്മദിന് പകരമായാണ് പുരുഷോത്തമന്റെ നിയമനം. കേരള സന്തോഷ് ട്രോഫി ടീമിലെ മുൻ താരവും പരിശീലകനുമാണ്. വാസ്കോ ഗോവ, വിവ കേരള, മഹേന്ദ്ര യുണൈറ്റഡ് ടീമുകൾക്ക് വേണ്ടിയും കളിച്ചിട്ടുണ്ട്. അണ്ടർ 17 ലോകകപ്പ് ടീമിലൂടെ ശ്രദ്ധേയനായ ഡിഫൻഡർ അൻവർ അലി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലെത്തി. സാഫ് ചാമ്പ്യൻഷിപ്പിലും ഇന്റർ കോണ്ടിനെന്റൽ കപ്പിലും ഇന്ത്യൻ ടീമിനായി മികച്ച പ്രകടനം നടത്തിയതിന് പിന്നാലെയാണ് 22-കാരൻ പഞ്ചാബ് താരവുമായി ബഗാൻ ക്ലബ്ബ് കരാറിലെത്തിയത്. FC ഗോവയിൽ നിന്നാണ് അൻവർ ബഗാന്റെ പ്രതിരോധ നിരയിലേക്ക് വരുന്നത്. 2022 ഫുട്ബോൾ ലോകകപ്പിൽ രാജ്യങ്ങൾക്ക് വേണ്ടി മത്സരിക്കാൻ കളിക്കാരെ വിട്ടു നൽകിയതിന് ക്ലബ്ബുകൾക്ക് നൽകുന്ന തുക വർദ്ധിപ്പിച്ച് ഫിഫ. 51 രാജ്യങ്ങളിൽ നിന്നുള്ള 440 ക്ലബ്ബുകൾക്കായി ആകെ $20.9 കോടി ഫിഫ നൽകുന്നത്. ഓരോ കളിക്കാരനും പ്രതിദിനം $10,950 വീതമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 2018 ലോകകപ്പിൽ ഇത് $8,530 ആയിരുന്നു. ആകെ 837 കളിക്കാരാണ് ഖത്തർ ലോകകപ്പിൽ 32 ടീമുകളിലായി ഉണ്ടായിരുന്നത്.
കരാറിലുള്ള കളിക്കാരെ വിട്ടു നൽകുന്നതിനുള്ള നഷ്ടപരിഹാരമായാണ് ഫിഫ ക്ലബ്ബുകൾക്ക് തുക നൽകുന്നത്. കോമൺവെൽത്ത്, ഏഷ്യൻ ജൂനിയർ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പുകൾക്കുള്ള ഇന്ത്യൻ ടീമിൽ വയനാട് സ്വദേശിനി അഞ്ജന ശ്രീജിത്തും. തൃശൂർ സെന്റ് മേരീസ് കോളേജ് വിദ്യാർത്ഥിനിയായ അഞ്ജന ടീമിലെ ഏക മലയാളിയാണ്. ജൂനിയർ ദേശീയ ചാമ്പ്യനും ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യനുമാണ്. ചിത്ര ചന്ദ്രമോഹനാണ് പരിശീലക. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ടൂർണമെന്റുകളിൽ ഇനി മുതൽ പുരുഷ വനിതാ ടീമുകൾക്ക് തുല്യമായ സമ്മാനത്തുക നൽകാൻ തീരുമാനം. 2030ഓടെയാകും പുരുഷ വനിതാ ടീമുകളുടെ സമ്മാനത്തുക പൂർണ്ണമായും തുല്യമാക്കുക എന്നാണ് വിവരം. ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ നടന്ന ICC വാർഷിക സമ്മേളനത്തിലാണ് സുപ്രധാന തീരുമാനം കൈക്കൊണ്ടത്. ലോകകപ്പുകളിൽ പുരുഷ ടീമിന് ലഭിക്കുന്ന അതേ സമ്മാനത്തുക ഇനി വനിതാ ടീമുകൾക്കും ലഭിക്കും. 2020 ലോകകപ്പിലും അണ്ടർ-19 ലോകകപ്പുകളിലും ഇത് ബാധകമാണ്. ഈ സുപ്രധാന തീരുമാനം ഏറെ സന്തോഷം തരുന്നതാണെന്ന് ICC ചെയർമാൻ ഗ്രെഗ് ബാർക്ലെ പ്രതികരിച്ചു. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഒരു ഓവറിൽ 2 ബൗൺസറുകൾ എറിയാൻ അനുമതി നൽകി BCCI. 2020 ഫോർമാറ്റിൽ നടത്തപ്പെടുന്ന ടൂർണമെന്റിൽ ബാറ്റർമാർക്കും ബൗളർമാർക്കും തുല്യ പ്രാധാന്യം നൽകുന്നതിന് ആണിത്. വെള്ളിയാഴ്ച ചേർന്ന BCCI ഉന്നതാധികാര സമിതി യോഗത്തിലാണ് തീരുമാനം. നിലവിൽ ഒരു ഓവറിൽ 1 ബൗൺസർ മാത്രമേ എറിയാൻ സാധിക്കുമായിരുന്നുള്ളൂ. രണ്ടാമത്തെ ബൗൺസർ നോ ബോളായി കണക്കാക്കപ്പെടുമായിരുന്നു. അതേസമയം കഴിഞ്ഞ IPL ടൂർണമെന്റിൽ നടപ്പാക്കിയ ഇമ്പാക്ട് പ്ലെയർ നിയമം സയ്യിദ് മുഷ്താഖ് അലി ടൂർണമെന്റിലും ഉപയോഗിക്കപ്പെടും. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൽ നിന്ന് BCCIക്ക് ലഭിക്കുന്ന സാമ്പത്തിക വിഹിതം വർദ്ധിപ്പിച്ചു. ഡർബനിൽ നടന്ന ICC എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് BCCIക്ക് ലഭിക്കുന്ന വിഹിതം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇതുപ്രകാരം 2024-2027 കാലയളവിൽ വർഷം $230 മില്യൺ വീതം BCCIക്ക് ലഭിക്കും. ICC വരുമാനത്തിന്റെ 38.5%. ICC വരുമാനത്തിന്റെ ഒരു വിഹിതം സ്ട്രാറ്റജിക് ഫണ്ട് എന്ന പേരിൽ നീക്കിവെക്കാനും യോഗം തീരുമാനിച്ചു. ടെസ്റ്റ് ക്രിക്കറ്റിന് കൂടുതൽ പ്രചാരം നൽകാനും വനിതാ ക്രിക്കറ്റിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുമാണ് ഈ ഫണ്ട് ഉപയോഗിക്കുക. കഴിഞ്ഞ മാസത്തെ മികച്ച പുരുഷ ക്രിക്കറ്ററായി ശ്രീലങ്കൻ സ്പിന്നർ വാനിന്ദു ഹസരംഗയെയും വനിതാ താരമായി ഓസ്ട്രേലിയയുടെ ആഷ്ലി ഗാർഡനറെയും ICC തെരഞ്ഞെടുത്തു. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ക്വാളിഫയർ റൗണ്ടിലെ മികച്ച പ്രകടനമാണ് ഹസരംഗയെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. വനിതാ ആഷസിലെ മികച്ച പ്രകടനം ഗാർഡനർക്ക് തുണയായി. ഇത് 3ാം തവണയാണ് ഗാർഡനർ ICC പുരസ്കാരത്തിന് അർഹയാകുന്നത്. 2023 ഏഷ്യൻ ഗെയിംസിൽ കളിക്കാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് അനുമതി നൽകി BCCI. വെള്ളിയാഴ്ച ചേർന്ന അപ്പെക്സ് കൗൺസിൽ യോഗത്തിന് ശേഷമാണ് തീരുമാനമുണ്ടായത്. ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾ ഏഷ്യൻ ഗെയിംസിൽ കളിക്കും. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലായാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. ചൈനയുടെ ഹാങ്ഷു ആണ് ഗെയിംസിന് വേദിയാകുന്നത്. ഇന്ത്യയുടെ 2ാം നിര ടീമാണ് പുരുഷ ക്രിക്കറ്റിൽ കളിക്കുന്നത്. എന്നാൽ വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ 1ാം നിര തന്നെ കളിക്കും. പുരുഷ ക്രിക്കറ്റ് മത്സരങ്ങൾ സെപ്റ്റംബർ 28-നും വനിതാ ക്രിക്കറ്റ് മത്സരങ്ങൾ സെപ്റ്റംബർ 19-നും ആരംഭിക്കും. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടീമായ ലക്നൗ സൂപ്പർ ജയൻസിന്റെ മുഖ്യ പരിശീലകനായി മുൻ ഓസ്ട്രേലിയൻ താരം ജസ്റ്റിൻ ലാംഗറിനെ നിയമിച്ചു. ആൻഡി ഫ്ലവർ ഒഴിയുന്ന സ്ഥാനത്തേക്കാണ് ലാംഗർ വരുന്നത്. ആൻഡി ഫ്ലവറുമായുള്ള ലക്നൗ സൂപ്പർ ജയൻസിന്റെ 2 വർഷത്തെ കരാർ ഈയിടെ അവസാനിച്ചിരുന്നു. സൂപ്പർ ജയൻസിന്റെ മെൻഡറായ ഗൗതം ഗംഭീറും ഉടൻ തന്നെ ടീം വിടുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. ഗംഭീർ തന്റെ പഴയ ടീമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ പരിശീലകനായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ ക്രിക്കറ്റിൽ പുതിയ ചരിത്രം എഴുതിയ അശ്വിൻ. വെസ്റ്റ് ഇൻഡീസിനെതിരായ ആദ്യ ടെസ്റ്റ് മത്സരത്തിലെ ഉജ്ജ്വല ബോളിംഗ് ആണ് അശ്വിന് തുണയായത്. ആദ്യ ടെസ്റ്റിൽ 2 ഇന്നിംഗ്സുകളിൽ നിന്നായി താരം 12 വിക്കറ്റാണ് വീഴ്ത്തിയത്. ആദ്യ ഇന്നിംഗ്സിൽ 5 വിക്കറ്റ് എടുത്ത അശ്വിൻ 2ാം ഇന്നിംഗ്സിൽ അത് 7 ഉയർത്തി. ഇതോടെ അശ്വിൻ ഇന്ത്യക്ക് വേണ്ടി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഏറ്റവും അധികം വിക്കറ്റ് എടുത്ത 2ാമത്തെ ബൗളർ എന്ന അത്യപൂർവമായ റെക്കോർഡാണ് സ്വന്തമാക്കിയത്. ടെസ്റ്റിൽ മറ്റൊരു നാഴികക്കല്ല് സ്വന്തമാക്കി ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. ടെസ്റ്റ് കരിയറിൽ 3500 റൺസ് എന്ന നാഴികക്കല്ലാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ പിന്നിട്ടത്. ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിലും 3500 റൺസ് പിന്നിടുന്ന ലോകത്തിലെ 2ാമത്തെ ബാറ്റർ എന്ന നേട്ടവും ഇതോടെ രോഹിത് സ്വന്തമാക്കി. വെസ്റ്റ് ഇൻഡീസിനെതിരായ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിലാണ് രോഹിത് ഈ നേട്ടത്തിലെത്തിയത്. മത്സരത്തിൽ 221 പന്തുകൾ നേരിട്ട രോഹിത് 10 ഫോറും 2 സിക്സും അടക്കം 103 റൺസ് എടുത്തു. ഇറാനിലെ സ്ത്രീകൾക്ക് ഇനി സ്റ്റേഡിയത്തിലിരുന്ന് ഫുട്ബോൾ മത്സരങ്ങൾ കാണാം. സ്ത്രീകൾക്ക് സ്റ്റേഡിയത്തിൽ പ്രവേശനം അനുവദിക്കുമെന്ന് ഇറാൻ ഫുട്ബോൾ ഫെഡറേഷൻ തലവൻ മെഹ്ദി താജ് അറിയിച്ചു. ഇറാൻ ടോപ്പ് ലെവൽ ഫുട്ബോൾ ലീഗിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് മെഹ്ദി താജ് ഇക്കാര്യം അറിയിച്ചത്. 16 ടീമുകൾ പങ്കെടുക്കുന്ന ലീഗ് അടുത്ത മാസം ആരംഭിക്കും. ഇറാനിൽ 1979 മുതൽ സ്ത്രീകൾക്ക് ഫുട്ബോളും മറ്റ് കായിക മത്സരങ്ങളും നേരിട്ട് കാണുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഈ റിപ്പോർട്ടോടെ പ്ലേ ഓഫിന്റെ ഈ ലക്കം അവസാനിക്കുന്നു. പുതിയ കായിക വാർത്തകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നന്ദി.